വലതുഭാഗത്ത് വ്ളാഡിമിർ പുടിനെയും ഇടതുഭാഗത്ത് കിം ജോങ് ഉന്നിനെയും ഒപ്പം നിർത്തി ഷീ ജിൻപിങ്ങിന്റെ ചൈനീസ് സൈനിക പരേഡ്. ബീജിംഗിൽ നടന്ന രണ്ടാം ലോക മഹായുദ്ധ വാർഷിക സ്മരണാ ചടങ്ങാണ് അക്ഷരാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിനുള്ള മറുപടിയായത്. 20-ലധികം രാഷ്ട്ര നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് ഒരു ഭീഷണിക്ക് മുന്നിലും ചൈന വഴങ്ങില്ല എന്ന് ഷീ ജിൻപിങ് വ്യക്തമാക്കുകയും ചെയ്തു. പതിനായിരത്തിലധികം സൈനികർ ചൈനയുടെ സൈനിക ശക്തിയും ആയുധമികവും ഉയർത്തിക്കാട്ടുന്നതായിരുന്നു ടിയാനൻമെൻ സ്ക്വയറിൽ നടന്ന പരേഡ്. അത്യാധുനിക ആയുധങ്ങൾ പരേഡിൽ പ്രദർശിപ്പിച്ചു. റോഡ് ബൗണ്ട് മിസൈൽ അടക്കമുള്ളവ ചൈന ആദ്യമായാണ് പൊതുവേദിയിൽ പ്രദർശിപ്പിക്കുന്നത്. 2019 ശേഷമുള്ള ചൈനയുടെ ആദ്യത്തെ വലിയ പരേഡായിരുന്നു ഇത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അടക്കം 26 ലോക രാഷ്ട്ര നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ സംസാരിച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അമേരിക്കയ്ക്ക് പരോക്ഷ മറുപടി നൽകിയാണ് സംസാരിച്ചത്. ലോകം യുദ്ധം വേണോ സമാധാനം വേണോ എന്ന ചോദ്യത്തിന് മുന്നിലാണ്. എന്നാൽ ചൈനയെ സംബന്ധിച്ച് ഒരു ഭീഷണിക്ക് മുന്നിലും വഴങ്ങില്ല, ഷീ ജിൻപിങ് പറഞ്ഞു. ചൈനീസ് ചരിത്രം മുന്നോട്ടു പോക്കിന്റേതാണെന്നും ഷീ പറഞ്ഞു. ഉത്തര കൊറിയൻ പരമോന്നത നേതാവ് കിം ജോങ് ഉൻ കുടുംബത്തിനൊപ്പമാണ് ബീജിംഗ് സന്ദർശനത്തിനെത്തിയത്. വ്ളാഡിമിർ പുടിനുമായും കിം ജോങ് ഉൻ ഉഭയകക്ഷി ചർച്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.